ഹലോ ഫ്രണ്ട്സ്, ഞാൻ നല്ലൊരു വീഡിയോ കണ്ടപ്പോൾ ഞങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഏടത്തി അനിയത്തിയാണോ അമ്മയും മകളാണോ? എന്തായാലും അമ്മയും മകളാവാൻ സാധ്യതയുണ്ട്. കണ്ടോ, അത് വലിയ ആനയാണ്. എന്തായാലും അമ്മയും മകളായിരിക്കും. കുറേ നാൾക്ക് ശേഷം കണ്ടുമുട്ടുന്നൊരു സ്നേഹം കണ്ടോ. എത്ര തന്നെ ആണെങ്കിലും അമ്മയും മകളും അതൊരു ആത്മബന്ധം വലിയൊരു സംഭവമാണ് കേട്ടോ. ഇതിപ്പോൾ ആനകളല്ല, പെണ്ണാനകളാണ്. കണ്ടോ, എന്താ സ്നേഹം, കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയാണ്. കണ്ടോ, എന്താ ഒരു സ്നേഹമല്ലേ. അതാണ് രക്തബന്ധങ്ങൾ. കണ്ടുമുട്ടിയത് കുറേ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയതായിരിക്കാം. എന്താ അല്ലേ ഒരു രസം. ശരിക്കും ഞാൻ ഈ ഫെവിക്കോളിലൊക്കെ ഇങ്ങനത്തെ ഞാൻ കണ്ടിട്ടുള്ളൊരു സീന് ഇതിപ്പോൾ ശരിക്കും നമുക്ക് ലൈവായിട്ട് കാണുന്ന കണ്ടോ. ചില ആൾക്കാർക്ക് കുത്തിക്കഴപ്പ് പിള്ളേരെ മൃഗങ്ങളെ പ്രകോപിപ്പിച്ചിട്ട് ചവിട്ടിക്കൂട്ടുന്ന വീഡിയോ ഉണ്ട് ഒരുപാട് ഇല്ലേ. ഇത് നോക്ക്, എല്ലിൽ എന്താ പറയുക, എല്ലിൻ്റെ അടിയിൽ കയറി തിന്നിട്ട് എല്ലിൻ്റെ അടിയിൽ കയറിയതിൻ്റെ അസുഖമാണത്, വേറെ ഒന്നുമല്ല. ഒരു മിണ്ടാപ്രാണിയാണ്, അതിനെ പ്രകോപിപ്പിക്കുന്നുണ്ട്. അവൻ്റെയൊക്കെ പേരിൽ കേസെടുക്കണം. ഇപ്പോൾ ഇവനെ ചവിട്ടി കൂട്ടിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് വേണ്ടേ ഇവന് നഷ്ടപരിഹാരം കൊടുക്കാനും. വീട്ടുകാർക്ക് പോയി, പിന്നെ ദുരിതാശ്വാസത്തിൻ്റെ ഒരു വക ഫണ്ട്. ഈ എല്ലിൻ്റെ അടിയിൽ കയറി കാട്ടിക്കൂട്ടുന്നത് ആരെങ്കിലും കാണുന്നുണ്ടോ? ഇതിനെയൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്യുക വേണ്ടത്. മിണ്ടാപ്രാണികളെ ദ്രോഹിക്കുക, ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക. ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒന്ന് ഷെയർ ചെയ്യുക, അതുകൾക്ക് ഒരു നേരത്തെ വിശപ്പാറും. ആൻ്റെ അല്ല, പട്ടികളുടെ ആണെങ്കിലും പൂച്ചകളുടെ ആണെങ്കിലും ഞാനൊക്കെ പറഞ്ഞ ഒരുപാട് മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളെ കൊണ്ടാകണ പോലെ, മനസ്സിലായോ. മീൻ വാങ്ങിക്കുകയാണെങ്കിൽ എന്ത് വാങ്ങിക്കുക, നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മൾ ഒരു നേരം കളയണ ഒരു പാത്രത്തിലാക്കി അവിടെ വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള പട്ടികൾ വന്ന് കഴിച്ചിട്ട് പോകും. മിണ്ടാപ്രാണികളെ ദ്രോഹിക്കാതിരിക്കുക, ഉപദ്രവിക്കാതിരിക്കുക ഉപകാരം ചെയ്തില്ലെങ്കിലും. കണ്ട, അവൻ്റെ കുത്തിക്കഴപ്പാണ്. അവൻ ചവിട്ടി കൂട്ടുമ്പോൾ ശരിയാവും.